തൃക്കാക്കര മയക്കുമരുന്ന് കേസിൽ പിടിയിലായ കെവിൻ ബി മാത്യുവിലൂടെ കൊച്ചിയിലെ ലഹരി മാഫിയയുടെ രാഷ്ട്രീയ സിനിമാ ബന്ധങ്ങൾ ഒന്നൊന്നായി പുറത്തുവരുന്നു. സിനിമാ രംഗത്ത് സജീവമായ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ ഇളയ മകനും കെവിന്റെ ഇടപാടുകാരുടെ പട്ടികയിലുണ്ടെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലഹരി വിപണിയിലെ വൻ സ്രാവായ കെവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ VIP പുത്രനെക്കുറിച്ച് പോലീസ് അതീവ രഹസ്യമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. സിനിമാ സെറ്റുകളിലെ ലഹരി വിതരണത്തിൽ കെവിനും പങ്കുണ്ടോ എന്നാണ് നാർക്കോട്ടിക് സെൽ പരിശോധിക്കുന്നത്. കെവിൻ ബി മാത്യു കൊച്ചിയിൽ നടത്തിയ ആഡംബര വൈറ്റ് കോളർ പാർട്ടികളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഈ രാഷ്ട്രീയ പുത്രൻ എന്നാണ് ലഭിക്കുന്ന വിവരം. ഇവന്റ് മാനേജ്മെന്റ് ബിസിനസിന്റെ മറവിൽ കെവിൻ ഒരുക്കിയ ലഹരി വിരുന്നുകളിൽ സിനിമയിലെ പുതുതലമുറ താരങ്ങൾക്കൊപ്പം ഈ VIP മകനും എത്താറുണ്ടായിരുന്നു. രാഷ്ട്രീയ സ്വാധീനമുള്ളതിനാൽ പലപ്പോഴും ഇത്തരം പാർട്ടികൾക്ക് നേരെ പോലീസ് അന്വേഷണം നീളാറില്ലായിരുന്നു. എന്നാൽ കെവിൻ കുടുങ്ങിയതോടെ ഫോൺ രേഖകളും സാമ്പത്തിക ഇടപാടുകളും പരിശോധിച്ചപ്പോഴാണ് ഈ പ്രമുഖന്റെ പേരും പോലീസിന്റെ ലിസ്റ്റിൽ ഇടം പിടിച്ചത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പെൺകുട്ടികളെ ലഹരിക്കടത്തിന് ഉപയോഗിച്ച കെവിന്റെ തന്ത്രങ്ങൾക്ക് പിന്നിൽ ഇത്തരം സ്വാധീനമുള്ളവരുടെ പിന്തുണയുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ബംഗളൂരുവിൽ നിന്നും ഡൽഹിയിൽ നിന്നും ലഹരിമരുന്ന് എത്തിക്കുന്ന മലയാളി യുവതിയും കെവിനും തമ്മിലുള്ള ബന്ധവും അന്വേഷണ പരിധിയിലാണ്. സിനിമാ സെറ്റുകളിൽ നിശ്ചിത ഇടവേളകളിൽ ലഹരി എത്തിക്കാൻ കെവിൻ ഉപയോഗിച്ചിരുന്ന സംവിധാനത്തിലേക്കും അന്വേഷണം നീളും. പോലീസ് CCTV ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. കെവിൻ നടത്തിയ 20 ലക്ഷത്തിന്റെ ഇടപാടുകൾക്ക് പുറമെ വൻതോതിൽ പണമൊഴുകിയ മറ്റ് ചില രഹസ്യ ഇടപാടുകളും പരിശോധിക്കുന്നുണ്ട്. റിമാൻഡിലുള്ള കെവിന് ഉന്നത ബന്ധങ്ങളുള്ളതിനാൽ അതീവ ജാഗ്രതയോടെയാണ് പോലീസ് നീങ്ങുന്നത്. നഗരത്തിലെ ആഡംബര ഹോട്ടലുകളിലെയും ഫ്ളാറ്റുകളിലെയും രജിസ്റ്ററുകൾ പരിശോധിച്ചതിൽ നിന്ന് കെവിനും സിനിമാക്കാരും തമ്മിലുള്ള സൗഹൃദം വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ ലഹരി മാഫിയയെ വേരോടെ പിടിതെറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ്. കെവിനെ പോലെയുള്ളവർക്ക് രാഷ്ട്രീയ സിനിമാ രംഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സംരക്ഷണം അന്വേഷണത്തിന് പലപ്പോഴും തടസ്സമാകാറുണ്ട്. എന്നാൽ ഇത്തവണ തെളിവുകൾ സഹിതം മുന്നോട്ട് പോകാനാണ് നാർക്കോട്ടിക് സെൽ ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം തീരുമാനിച്ചിരിക്കുന്നത്. സിനിമയുടെ ഗ്ലാമറിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ലഹരി സംഘത്തിന്റെ വേരുകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്ക് നീളുന്നത് സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കെവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൊച്ചിയിലെ കൂടുതൽ സെലിബ്രിറ്റി ലഹരി ഉപഭോക്താക്കളുടെ പേരുകൾ പുറത്തുവരുമെന്നുറപ്പാണ്. ലഹരി പാർട്ടിക്ക് ചുറ്റുമുള്ള ദുരൂഹതകൾ നീങ്ങുമ്പോൾ പല വമ്പന്മാരുടെയും ഉറക്കം നഷ്ടപ്പെടുകയാണ്. വിദേശത്തെ ലഹരി ശൃംഖലകളുമായി കെവിന് ബന്ധമുണ്ടോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ലഹരിമരുന്ന് പാക്കറ്റുകളിൽ ഉപയോഗിച്ചിരുന്ന രഹസ്യ കോഡുകളെക്കുറിച്ച് കെവിൻ നൽകിയ മൊഴികളിൽ പല പ്രമുഖരും കുടുങ്ങും. കൊച്ചിയിലെ ലഹരി വിപണിയിൽ കെവിൻ ഒരു അനിഷേധ്യ ശക്തിയായി വളർന്നതിന് പിന്നിൽ ഇത്തരം ഉന്നതരുടെ മൗനാനുവാദമുണ്ടായിരുന്നു. കെവിൻ ബി മാത്യുവിനെ കസ്റ്റഡിയിൽ കിട്ടുന്നതോടെ കൊച്ചിയിലെ ലഹരിവേട്ടയിലെ VIP ബന്ധങ്ങൾ ഓരോന്നായി വെളിച്ചത്തു വരും. രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങാതെ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ കൊച്ചിയിലെ മയക്കുമരുന്ന് മാഫിയയുടെ നട്ടെല്ലൊടിക്കാൻ പോലീസിന് സാധിക്കും. സിനിമാ ലോകത്തെ ലഹരി പുകച്ചുരുളുകൾക്ക് പിന്നിലെ യഥാർത്ഥ വില്ലന്മാരെ കണ്ടെത്താനുള്ള നിർണായക ഘട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം.